പൃഥ്വിരാജിന്റെ ഗോട്ട് ഇന്നലെ കണ്ടായിരുന്നു. ഗോട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവ ഇതൊരു ആട് ജീവിതം കണ്ടില്ല എന്നിട്ടാണോ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് ആ സിനിമയല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഈ പറഞ്ഞ ഗോട്ടാണ്. പൃഥ്വിരാജ്, കജോൾ, ഇബ്രാഹിം അലി ഖാൻ എന്നിങ്ങനെയുള്ള സ്റ്റാർ ചെയ്യുന്ന സർസമീൻ എന്ന സിനിമയെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഞാൻ ഈ സിനിമ എന്തുകൊണ്ട് ഗോട്ട് എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ രണ്ടും ഒരേ കഥ തന്നെയാണ്. കഴിഞ്ഞ വർഷം ഇറങ്ങിയ വിജയുടെ ഗോഡ് സിനിമയുടെ സ്റ്റോറി അവരെടുത്തിട്ട് കുറച്ച് മസാലയൊക്കെ ചേർത്ത് കുറച്ച് അവിടെ ഇവിടെയൊക്കെ മാറ്റം വരുത്തി ഉണ്ടാക്കിയൊരു സിനിമയാണ് സർസമീൻ. 2 മണിക്കൂർ 17 മിനിറ്റുള്ള ഈ സിനിമ കണ്ടു തീർക്കാൻ എനിക്ക് 2 ദിവസം എടുത്തു. ഒറ്റയടിക്ക് എനിക്കിത് കണ്ടു തീർക്കാൻ ഒട്ടും പറ്റിയില്ല. ബേസിക് പ്ലോട്ട് ലൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൃഥ്വിരാജ് ഒരു ആർമി ഓഫീസറാണ്. പൃഥ്വിരാജിന്റെയും കജോളിന്റെയും മകനാണ് ഇബ്രാഹിം അലി ഖാൻ. കുഞ്ഞിലെ കുറെ ടെററിസ്റ്റുകൾ മകനെ പിടിച്ചുകൊണ്ട് പോകും. 8 വർഷത്തിന് ശേഷം ഇബ്രാഹിം അലി ഖാൻ തിരിച്ച് തന്റെ പാരന്റ്സിന്റെ അടുത്തേക്ക് വരികയാണ്. പൃഥ്വിരാജിന് തന്റെ മകൻ തിരിച്ചു വന്നതിൽ സന്തോഷമുണ്ടെങ്കിലും ഇവന് ഒട്ടും വിശ്വാസമില്ല. തന്റെ മകനാണോ അതോ തീവ്രവാദികൾ ആരെങ്കിലും അയച്ചതാണോ എന്നൊക്കെ ഉള്ള കുറെ സംശയങ്ങൾ ഇതിലുണ്ട്. അങ്ങനെയാണ് ഈ സ്റ്റോറി മുന്നോട്ട് പോകുന്നത്. ഈ സിനിമയുടെ ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ കജോളിന്റെ വക ഒരു കിടിലൻ ട്വിസ്റ്റ് ഉണ്ട്. അതും കൂടെ ആവുമ്പോഴേക്കും പൂർത്തിയാവും. അത്യാവശ്യം ഡീസന്റ് പെർഫോമൻസ് ഒക്കെ ആണെങ്കിലും ഈ സിനിമയിലുള്ള ലോജിക്കും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വെറും ശോകമാണ്. കരൺ ജോഹറിന്റെ ധർമ്മ പ്രൊഡക്ഷൻസ് ആണ് ഈ മൂവി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇത് ഡയറക്റ്റ് OTT വരുമ്പോൾ തന്നെ ഊഹിക്കാമല്ലോ ഈ സിനിമയുടെ ഒരു ക്വാളിറ്റി എന്താണ്. സർസമീൻ എന്ന ഈ മൂവി ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കണ്ടുപോകാം. ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. അതുപോലുള്ള മൂവി റിവ്യൂസ് ആൻഡ് സജഷൻസിന് പ്ലീസ് ലൈക്ക് ആൻഡ് ഫോളോ.